ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മളിന്ന് ചന്ത വരെ ഒന്ന് വന്നതാണ് കേട്ടോ. കുറേ നാളായി നമ്മൾ ചന്തയിൽ വന്നിട്ട്. ഇത് നമ്മുടെ ശാസ്താംകോട്ട ചന്തയാണ് കേട്ടോ. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ചന്തയാണ് ശാസ്താംകോട്ട ചന്ത. പിന്നെ ഞങ്ങൾ ആഞ്ഞിലിമൂട് ചന്തയിലും പോകുന്നുണ്ട്, അതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ദൈവത്തെ ഓർത്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കാരണം ഞാനിങ്ങനെ ലോങ് വീഡിയോ അങ്ങനെ ഇടട്ടിട്ടില്ല കേട്ടോ. എല്ലാം ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളായിരിക്കും. ഇത് കുറച്ച് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം കരുതി കുറച്ച് ഉണക്കമീൻ മേടിക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് ഉണക്കമീൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ ഇഷ്ടംപോലെ മീനുണ്ട്. ഉണക്കക്കൊഞ്ച്, ഉണക്കമത്തി, ഉലുവ ഉണങ്ങിയത്, പിന്നെ നമ്മുടെ നെയ്മീൻ, അതെല്ലാം ഉണ്ട് കേട്ടോ കാറിൽ. ഇപ്പം ഞങ്ങൾ പക്ഷേ മത്തിയാണ് മേടിച്ചത്. ഞാൻ കുറച്ച് മത്തി വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് മത്തി മേടിച്ചു. പിന്നെ കൊഞ്ച് മേടിക്കാമെന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡിന് കൊഞ്ചിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഹസ്ബൻഡ് ഞാനും മോനും കൂടാണ് പോയത്. അപ്പം ഞങ്ങൾ കുറച്ച് മത്തി മേടിച്ചു. ഞാൻ കരുതി ഇപ്പോൾ ഇവിടെ മീൻ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അപ്പോൾ പിന്നെ പച്ചമീൻ ഇല്ലെങ്കിൽ നമുക്ക് ഉണക്കമീൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഉണക്കമീൻ മേടിക്കാൻ പോയത്. അപ്പം കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളവിടുന്ന് അവിടെ ക്യാഷ് ആയിട്ടില്ല കേട്ടോ. അവിടെ ഗൂഗിൾ പേ ആണ്. ഇവിടെ ക്യാഷ് ഞങ്ങളുടെ ഈ ഗൂഗിൾ പേ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തെ കടയിൽ പോയി പേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്നിട്ട് അപ്പുറത്ത് എന്താണെന്ന് നോക്കാമെന്ന് കരുതി വന്നപ്പം അവിടെയും ഇതൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ ഉണക്കമത്തിയും ഈ പറഞ്ഞ പോലെ തന്നെ കാരൽ, പിന്നെ ഉലുവ മീൻ, ഞങ്ങൾ ഉലുവ എന്നാണ് കേട്ടോ പറയുന്നത്, ഉലുവ മീൻ ഉണങ്ങിയത്, കുറച്ച് നെയ്മീൻ, ഇതൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം അവരൊരു വലിയൊരു ഉലുവ മീൻ എടുത്ത് വെച്ചു. ഞാൻ നോക്കിയപ്പം അതിന് തന്നെ ഒരു 100 രൂപ, ഭയങ്കര വിലയാണ് കേട്ടോ അതിനൊക്കെ. ഒരെണ്ണത്തിന് 100 രൂപയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും അത് വേണ്ട, അതിൽ കുറച്ചുള്ളത് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ അപ്പോൾ നെയ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്മീൻ വേണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല അതിനോടൊന്നും. അപ്പോൾ പിന്നെ ഉണക്കമീൻ എടുത്ത് അത് 2 എടുത്ത് വെച്ചിട്ട് അപ്പോഴാണ് അറിഞ്ഞത് ഇത് 100 രൂപയാണെന്ന്. പിന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ വീണ്ടും ചെറുത് 2 എടുത്ത് വെച്ച് കേട്ടോ. കാരണം ഞാൻ ഇവിടെ വേറെ ആർക്കും വേണ്ട, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഉണക്കമീൻ അങ്ങനെ കഴിക്കുന്നത്. ബാക്കി ആരും ഉണക്കമീനോടൊന്നും താല്പര്യം ഇല്ലാത്തവരാണ് കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ. അതുകൊണ്ട് എൻ്റെ നിർബന്ധപ്രകാരമാണ് കേട്ടോ ഉണക്കമീൻ മേടിക്കാൻ ഹസ്ബൻഡ് വന്നതും. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഉലുവായും കൂടെ വാങ്ങിച്ചിട്ടുണ്ടേ. അവിടെ കണ്ടോ, മോൻ്റെ കാലാണ് കാണുന്നത്. നിങ്ങളുടെയൊക്കെ അടുത്തുള്ള ചന്ത ഏതാണെന്ന് പറയണേ. അതോ എല്ലാവരും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാണോ മീൻ മേടിക്കുന്നത്? ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കവറിനകത്ത് തന്നെ മേടിക്കുന്നതിന് ഒരു 20 രൂപയൊക്കെ വരും കേട്ടോ, ഒരു പാക്കറ്റ്. അതിനകത്ത് ആകെപ്പാടെ 4 മീനേ കാണത്തുള്ളൂ. ഇതാകുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം വിലക്കുറവുണ്ട് കേട്ടോ, കുറച്ചധികം മീൻ കിട്ടും. അങ്ങനെ അവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരും ഗൂഗിൾ പേ ആണ് കേട്ടോ, ഞങ്ങൾക്ക് അപ്പുറത്തൊരു കടയിൽ തന്നെ ചെയ്യും, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതൊരു ചെരുപ്പ് കടയായിരുന്നു കേട്ടോ. അതാ പോകുന്ന വഴിക്ക് വെറുതെ അവിടെ എല്ലാം ഉണക്കമീൻ കച്ചവടമാണ് കേട്ടോ. എല്ലാ കടകളിലും ഉണക്കമീൻ ഇങ്ങനെ ഇരിക്കുകയാണേ. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഒരു 10-10:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നല്ല പച്ചമീൻ കിട്ടിയേനെ. ഞങ്ങൾ ലേറ്റായിട്ടുണ്ട് ചെന്നതുകൊണ്ട് അവിടെ മീൻ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യാൻ പോയ കട കണ്ടോ, അവിടെ നല്ല ഓഫറുണ്ട് കേട്ടോ. ചെരുപ്പിനൊക്കെ 50 രൂപയുടെ ചെരുപ്പ്, 130, 150, 100 രൂപ ചെരുപ്പുകൾ, എല്ലാം നല്ല ചെരുപ്പുകളാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം വീട്ടിലിടാനും എങ്ങോട്ടെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാനും പറ്റിയ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ചെരുപ്പിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. കാരണം ഇപ്പോൾ ഉണ്ടല്ലോ അവിടെ നല്ല ചെരുപ്പുകൾ കേട്ടോ. 150 രൂപയൊക്കെ മാത്രമാണ് കേട്ടോ. കടകളിലൊക്കെ ഇനി അറ്റ്ലീസ്റ്റ് ഒരു 300 രൂപയൊക്കെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്, 300 മിനിമം. പിന്നെ പിള്ളേരുടെ തന്നെ 100 രൂപയുടെ ഒക്കെ വീട്ടിലിരുന്ന കുഞ്ഞുങ്ങളുടെ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്നും ഇങ്ങനെയാണ്. അത്യാവശ്യം നമുക്ക് വിലക്കുറവ് സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നമ്മൾ ശാസ്താംകോട്ട ചന്തയിൽ തന്നെ പോകണം. പിന്നെ എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മോൾക്ക് അത്യാവശ്യം കുറച്ച് ഫാൻസി സാധനങ്ങൾ, അവൾ ഈ സ്കൂളിൽ പോകുന്നതുകൊണ്ട് മോൾക്ക് ഈ ക്ലിപ്പും അല്ലെങ്കിൽ തലയിലിടുന്ന ബണ്ണൊക്കെ മേടിക്കാമെന്ന് കരുതി അങ്ങോട്ടൊന്ന് പോയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു മോൾക്കൊരു ബോ മേടിക്കാം, തലയിലിടുന്ന ബണ്ണ് മേടിക്കാം, പൊട്ട് മേടിക്കണം. അതൊക്കെ ഞാൻ ഹസ്ബൻഡിനെയും കൊണ്ട് നിർബന്ധിച്ചാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ഈ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം ഒരുപാട് സമയം ഞാൻ ഇതിനു വേണ്ടി ചിലവഴിക്കും പുറത്ത് പോയി കഴിഞ്ഞാൽ. ഹസ്ബൻഡിനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് അപ്പം തന്നെ തിരിച്ച് വരണമെന്നാണ് കേട്ടോ. എനിക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു ബോയാണ് എടുത്തത്. ഞാൻ എടുത്തപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു മറ്റേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാണാം മോന് അവിടെ കാണുന്ന ഈ നമ്മൾ കുമിള ഊതുന്ന ഒരു ഉണ്ടല്ലോ,
ആ കളിപ്പാട്ടം വേണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ പിന്നെ അത് അവനെ എടുത്തു. അവനെയും കൊണ്ട് എവിടെ പോയാലും നമുക്ക് ചിലവാണ്. അവന് എവിടെ പോയാലും അവന് കളിപ്പാട്ടങ്ങൾ തന്നെ വേണം. പിന്നെ ഞാൻ മോൾക്കൊരു ബോ എടുത്തു. ബാക്കി സാധനങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ. വലിയ വിലയൊന്നുമില്ല, നമ്മുടെ കടകളെ അപേക്ഷിച്ച് നല്ല വിലക്കുറവുണ്ട് ഇവിടെയൊക്കെ. കണ്ടോ, ഹസ്ബൻഡ് മോൾക്ക് വേണ്ടുന്നതൊക്കെ എനിക്ക് എടുത്ത് തരുന്നുണ്ടേ. നമ്മളൊരു സാധനം വാങ്ങുന്ന മാത്രമല്ല, ഇതിനൊക്കെ നമ്മളിങ്ങനെ ഒന്നിച്ച് പുറത്തിറങ്ങുന്ന ഒരു സന്തോഷം അത് വേറെയാണ് അല്ലേ? നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നേ? ഇവിടെ നല്ല ഭംഗിയുള്ള വളകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ എടുക്കാൻ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. പിന്നെ ആ കൂട്ടത്തിൽ എനിക്കും മേടിച്ചു കേട്ടോ, ഒരു ഹെയർ ബാൻഡും പിന്നെന്താ വാങ്ങിയത്, പൊട്ടും, അങ്ങനെയുള്ള കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടേ. പിന്നെ അതിൻ്റെ തന്നെ മറുഭാഗത്തോട്ട് പോയി മോൾക്ക് മാലയൊക്കെ വേണമായിരുന്നു. അതൊക്കെ നമ്മൾ മേടിച്ചു. ഇപ്പോൾ ഇവിടെ പല സൈസ് ഡിസൈനിലുള്ള പൊട്ടുകൾ, ക്ലിപ്പുകൾ, നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും ഗൂഗിൾ പേ ആണേ. അത് പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയും ഗൂഗിൾ പേ ചെയ്തു. നമ്മൾ ഒന്നിച്ചൊരു എന്താ പറയുക, ഒന്നിച്ചൊരു പച്ചക്കറി വാങ്ങിക്കാൻ തന്നെ നമ്മൾ ഒന്നിച്ച് പുറത്ത് പോകുമ്പോൾ ഉള്ളൊരു ഹാപ്പി ഉണ്ടല്ലോ, അത് നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ കിട്ടത്തില്ല കേട്ടോ. എനിക്കറിഞ്ഞൂടാ, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് അത്. കാരണം നമ്മൾ ഒന്നിച്ച് കുടുംബമായിട്ട് നമ്മുടെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഇത് നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ എത്രയായാലും നമുക്ക് കിട്ടത്തില്ല. നമ്മളിപ്പം അവരോട് അഭിപ്രായം ചോദിച്ചു കൊടുത്തൊക്കെ വാങ്ങിക്കുന്ന ഒരു സുഖം എനിക്കതാണ് കേട്ടോ ഇഷ്ടം. ഒറ്റയ്ക്ക് ഇങ്ങനെ പർച്ചേസിന് ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് എനിക്ക് കൂടെ ഒരാൾ എപ്പോഴും വേണമെന്നാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നിരത്തി വെച്ചേക്കുന്ന വെച്ച് വാണിഭക്കാരുണ്ടല്ലോ, അവർ ഇങ്ങനെ കുറച്ച് പച്ചക്കറികളും കുറച്ച് മാത്രം മുളക് ഇതെല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഇതാ ഇരിക്കുന്ന ഉണ്ടമുളക് കണ്ടോ, ഞാൻ 10 രൂപയാണെന്നാണ് കരുതിയത്, പക്ഷെ നോക്കിയപ്പോൾ അതിന് 50 രൂപയാണ് കേട്ടോ. എല്ലാത്തിനും നല്ല വില. സാധാരണ ഇവിടെ കാന്താരിക്കൊക്കെ നല്ല വിലയാണ്, 50-100 ഒക്കെയാണ് കേട്ടോ ആ ഒരു പൊതിക്ക് തന്നെ. ആ 3 പാവയ്ക്ക ഇരിക്കുന്നതിന് 30 രൂപ, എല്ലാത്തിനും വില. ഞാൻ കരുതി ഇവിടെ കാന്താരിയൊക്കെ വെറുതെ കളയുവാണ്. സാധാരണ നമ്മൾ കാന്താരി മുളകൊക്കെ അങ്ങനെ ഇവിടെ എടുക്കാറേ ഇല്ല. ഇങ്ങനെ വാങ്ങാൻ ചെന്നപ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അവർ നിർബന്ധിച്ചിട്ട് കുറച്ച് ഒരു കെട്ട് പയറിന് 50 രൂപ, ഒരു കെട്ട് പയറും വാങ്ങിച്ചു. കുറച്ച് 50 രൂപയ്ക്ക് കുറച്ച് അത്യാവശ്യം പച്ചക്കറികൾ, നമുക്കൊരു സാമ്പാർ വെക്കാൻ കാണും അത്ര തന്നെ ഉണ്ടായിരുന്നേ, അതും വാങ്ങിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചതല്ല, അമ്മ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് മേടിപ്പിച്ചാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണ് ഇവിടെ വരുന്നത്. ഈ പയറൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. അവർ വയലിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് വരുന്നതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സെറ്റ് പയർ നമ്മളിങ്ങനെ എടുത്തത്. പിന്നെ ചതുരപ്പയറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മളിതാ വാഴക്കൂമ്പൊക്കെ കണ്ടോ. വാഴക്കൂമ്പ് ഞാൻ വില തിരക്കിയില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ ഒന്നും വില നമുക്കറിയത്തില്ല കേട്ടോ. അതുള്ളപ്പം നമ്മളതൊക്കെ പുറത്തോട്ടിറങ്ങുമ്പോഴാണ് അതിൻ്റെയൊക്കെ വില നമ്മളറിയുന്നത്. അതിപ്പോൾ വാഴക്കൂമ്പായാലും ശരി തന്നെ, ഒരു കാന്താരിമുളകായാലും. അപ്പം ഞാൻ കുറച്ച് നമ്മൾ ഉണ്ടമുളകിൻ്റെ തൈ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പം അതൊരു സെറ്റോട് കൂടിയാണ് കേട്ടോ. അതിന് 80-90 രൂപയാണ് സെറ്റ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനൊക്കെ 4 രൂപ വെച്ചൊക്കെയാണ് ഒരു തൈക്ക് എടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ ചന്തയുടെ മേപ്പോട് തന്നെ ഇതാ കണ്ടോ, നമ്മുടെ കത്തി, നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നേ. കുഞ്ഞു കുഞ്ഞ് കോടാലി, തൂമ്പ, പിന്നെന്താ മരത്തവികൾ, പിക്കാസ്, പിച്ചാത്തി, ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആഞ്ഞിലിമൂട് ചന്തയിലോട്ട് പോയി. അവിടെ നിന്നാ മീൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ എല്ലാം എന്താണ് പറയുന്നത്, മീനുണ്ട്, പക്ഷേ എല്ലാത്തിനും തീ പിടിച്ച വിലയാണ് കേട്ടോ. കരിമീനൊക്കെ 800 ചോദിക്കുന്നത്. സാധാരണ ആ വില തന്നെ ആണ്, എന്നാലും ചിലപ്പോൾ 500-600 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഈ കാണുന്ന ഒരു സിലോപ്പിയാണെന്നാണ് പറഞ്ഞത്, കിലോയ്ക്ക് 300-350 ആയിരുന്നു. മീനെല്ലാം ഉണ്ട്, പക്ഷേ എല്ലാത്തിനും നല്ല വിലയാണെന്ന് കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ആഞ്ഞിലിമൂട് ചന്തയാണ്. ശാസ്താംകോട്ട കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് ആഞ്ഞിലിമൂട്. ഇവിടെ നീണ്ടകരയിൽ നിന്നുള്ള മീനൊക്കെ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇഷ്ടം പോലെ. എനിക്കൊന്നിപ്പോൾ സിലോപ്പിയുടെ സീസണാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഇവിടെ സിലോപ്പി എന്നാണ് പറയുന്നത് കേട്ടോ, ആ ചുമന്ന മഞ്ഞക്കോര മീനിനെ. പിന്നെ മത്തിയുടെ വില കേട്ട് ബോധം പോയി കേട്ടോ, 350 രൂപ.
നമ്മളെന്തായാലും ജസ്റ്റ് അവിടെയൊക്കെ നോക്കി കൊഞ്ച് എല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ടെങ്കിലും നമുക്ക് വില കാരണം ഒന്നും അടുക്കാൻ വയ്യാത്ത അവസ്ഥയാണേ. ഇത് മഞ്ഞക്കോര തന്നെയാണ് കേട്ടോ. ഈ സിലോപ്പി തന്നെയാണ് ഈ ഇരിക്കുന്നത്. ഭൂരിഭാഗവും സിലോപ്പിയാണുള്ളത്. അപ്പം നമ്മൾ ഇതുവഴി പോകുമ്പോൾ തന്നെ നമ്മുടെ മീൻകാരികൾ ഇങ്ങനെ മീൻ വിൽക്കുന്നവർ നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചിട്ട് അവരുടെ അടുത്തോട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ കൊഞ്ചിൻ്റെ വില തിരക്കിയപ്പോൾ അതിനും 300 രൂപ ഒക്കെ ആയിരുന്നു കിലോയ്ക്ക്. അപ്പോൾ അവർ പറയുന്നത് ഈ ട്രോളിങ് സീസൺ ആയതുകൊണ്ടാണ് ഇത്ര വില കൂടുതലെന്നാണ് പറയുന്നത്. നമ്മൾ പിന്നെ അതൊന്നും മേടിച്ചില്ല കേട്ടോ. എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ, എത്ര മീനൊക്കെ വിലയുണ്ടോ അതോ നന്നായിട്ട് മീനൊക്കെ കിട്ടുന്നതാണോ? പിന്നെ നന്തലുണ്ടായിരുന്നു കേട്ടോ, മുള്ളി നന്തൽ. എനിക്ക് പിന്നെ അത് വെട്ടാൻ കുറച്ച് പാടായതുകൊണ്ട് അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ ഈ ഉലുവാമീൻ, ഇതിൻ്റെ ഉണക്കമീനാണ് കേട്ടോ ഞങ്ങൾ ശാസ്താംകോട്ട ചന്തയിൽ നിന്ന് മേടിച്ചേ. അത് പച്ചമീനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഉണങ്ങിയതിനാണ് കേട്ടോ ടേസ്റ്റ്. ഉലുവാച്ചി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിനൊക്കെ. കുറേ ഉണ്ട് കേട്ടോ ചന്ത. നമ്മൾ അത്യാവശ്യം നല്ല ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. എല്ലായിടവും പക്ഷേ സെയിം റേറ്റാണേ മീൻ. പിന്നെ കക്ക ഇറച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന വട്ടമത്തി, കൊഞ്ച്, ഇതൊക്കെ തന്നെ എല്ലായിടവും. ഹസ്ബൻഡാണ് കേട്ടോ എൻ്റെ ക്യാമറമാൻ, എൻ്റെ ചേട്ടനാണേ. എനിക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ക്യാമറ പിടിച്ചിട്ട് പോകണം എനിക്കൊരു നാണക്കേടുണ്ട് കേട്ടോ. ഹസ്ബൻഡ് അതുകൊണ്ട് എൻ്റെ ചേട്ടൻ എനിക്കെല്ലാം വീഡിയോ പിടിച്ചെടുത്ത് തരും. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് കരിമീൻ നോക്കിയപ്പം കരിമീൻ കുറച്ച് വില കുറച്ച് തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. ഞാൻ പറഞ്ഞു പിന്നെ ഇത്രയും മീൻ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കുറച്ച് ചിക്കൻ മേടിക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ മറു സൈഡ് നോക്കിയപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ട്രോളിങ് കഴിയുമ്പോഴേ ബാക്കിയുള്ള മീനുകളൂടെ ഇറങ്ങത്തുള്ളായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ ഇങ്ങ് ഇറങ്ങി കേട്ടോ. ഒന്നും മേടിക്കാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു നമുക്ക് മീനേക്കായി നല്ലത് ചീനിയും മേടിച്ച് ചിക്കനും ആകുമ്പം അതാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് ചേട്ടനോട് പറഞ്ഞു കേട്ടോ. ഹസ്ബൻഡ് കൊഞ്ചും ഒക്കെ മേടിക്കാൻ തുടങ്ങിയതാണേ. ഞാനാണ് പറഞ്ഞത് വേണ്ടാന്ന്. പിന്നെ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോ കാണണം കേട്ടോ. ഞാൻ അങ്ങനെ ലോങ് വീഡിയോ ഇടാറില്ല. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്കും നല്ല സപ്പോർട്ടായിരിക്കും. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ലോങ് വീഡിയോസും മറ്റും ഞാനും കുത്തിയിരുന്നാണ് കേട്ടോ കണ്ട് ഞാൻ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. കാരണം ഇപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്തവർ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് വ്യൂസ് ഇപ്പോൾ ഒട്ടുമില്ല. തെളിക്കലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ തെളിക്കാനായിരുന്നു. ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.